നമസ്കാരം. സ്റ്റാൻഡേർഡ് ആൻഡ് ലെവലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വേറൊന്നുമല്ല, നമ്മൾ ഫ്രിഡ്ജ് AC ഒക്കെ വാങ്ങാൻ പോകുമ്പോൾ സ്റ്റാർ റേറ്റിംഗ് നോക്കി വാങ്ങാറില്ലയോ? അത് തന്നെയാണ് സ്റ്റാൻഡേർഡ് ആൻഡ് ലേബലിംഗ്. എന്നാൽ ഈ സ്റ്റാൻഡേർഡ് ആൻഡ് ലേബലിംഗ് ആരാണ് നൽകുന്നതെന്ന് അറിയാമോ? അത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ്, അഥവാ BEE. വൈദ്യുതിയുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയായ BEE കുറിച്ചാണ്. ഇന്ത്യയുടെ എക്കണോമി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി 2001 ഇന്ത്യൻ ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് എനർജി കൺസർവേഷൻ ആക്ട്, അതായത് ഊർജ്ജ സംരക്ഷണം. ഈ ആക്ട് നടപ്പിലാക്കാനും അതിന്റെ മേൽനോട്ടം വഹിക്കാനും ഇന്ത്യൻ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് പവറിന്റെ കീഴിൽ സ്ഥാപിച്ച ഒരു ഏജൻസിയാണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഇന്ത്യയുടെ എല്ലാ സെക്ടറും, അതായത് ഇൻഡസ്ട്രിയൽ ആകട്ടെ, അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ടേഷൻ, എനർജി, ഇതുപോലെയുള്ള ഇന്ത്യയുടെ എല്ലാ സെക്ടറിലും എനർജി എഫിഷ്യന്റ് ആക്കുക എന്നതാണ് BEEയുടെ ലക്ഷ്യം. ഇതിനായി ഒരുപാട് പ്രോഗ്രാംസും സർവീസും BEE നൽകി വരുന്നുണ്ട്. അതിലൊന്നു മാത്രമാണ് സ്റ്റാൻഡേർഡ് ആൻഡ് ലേബലിംഗ്. BEEയുടെ മറ്റ് സർവീസുകൾ ഏതൊക്കെയെന്ന് നോക്കാം. നാഷണൽ സർട്ടിഫിക്കേഷൻ എക്സാം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ എനർജി ഓഡിറ്റേഴ്സ് എക്സാമും സർട്ടിഫിക്കേഷനും BEEയുടെ കീഴിലാണ്. അടുത്തത് ECBC, അതായത് എനർജി കൺസർവേഷൻ ബിൽഡിംഗ് കോഡ്സ്. ഒരു ബിൽഡിംഗ്, അത് കൊമേഴ്ഷ്യലോ റെസിഡൻഷ്യലോ ആയാലും എങ്ങനെ എനർജി എഫിഷ്യന്റ് ആക്കണമെന്നുള്ള സൂചനകളാണ് ഇതിലുള്ളത്. അടുത്തത് PAT സ്കീം. BEE വലിയ ഇൻഡസ്ട്രികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണിത്. പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ് എന്നതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമുക്ക് അടുത്ത വീഡിയോയിലുള്ളത് നോക്കാം. എനർജി കൺസർവേഷന്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുവാനായി BEE പല പ്രോഗ്രാംസും സ്കീംസും നടത്തി വരുന്നുണ്ട്. അതിലൊന്നാണ് LED പ്രോത്സാഹിപ്പിക്കുന്ന ഉജല പ്രോഗ്രാം. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് എല്ലാ സെക്ടേഴ്സിലും അതിലെ മികച്ച എനർജി എഫിഷ്യൻസി പ്ലാൻസിനും അതിന്റെ ഇംപ്ലിമെന്റേഷനും BEE അവാർഡ്സ് നൽകി വരുന്നുണ്ട്. BEEയുടെ പല പ്രോഗ്രാംസും സ്ട്രാറ്റജീസും ഇന്ത്യയിൽ എല്ലായിടത്തും എത്തിക്കുവാനായി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ ഓരോ ഡെസിഗ്നേറ്റഡ് ഏജൻസീസ് സ്ഥാപിച്ചിട്ടുണ്ട്. BEEയുടെ കേരളത്തിലെ ഡെസിഗ്നേറ്റഡ് ഏജൻസിയാണ് എനർജി മാനേജ്മെന്റ് സെന്റർ.